ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 34 ചെസ്റ്റ് സൈസുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഞാനിവിടെ ഒരു സാരിയുടെ പീസാണ് എടുത്തേക്കുന്നത്. ഈ സാരിയുടെ രണ്ടറ്റത്തും ബോർഡർ വരുന്നുണ്ട്. നമ്മൾ ഈ ബോർഡർ താഴ്വശത്ത് വരുന്ന രീതിയിലാണ് ചുരിദാർ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ തുണിയുടെ ഫ്രണ്ട് പീസ് നമ്മൾ ഈ ലൈൻസ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ നോക്കാം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ തുണി രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട് ബാക്ക് പീസിനായിട്ട്. ഇപ്പം മടക്കുവശം എൻ്റെ നേർക്കാണ്. അതുപോലെ തന്നെ താഴ്വശത്തെ ആ ബോർഡർ കറക്റ്റായിട്ട് ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. ഇപ്പം ഇവിടെ നമ്മൾ ആ ബോർഡറിൻ്റെ അവിടെ നിന്നും ലെങ്ത് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. താഴ്വശത്ത് ഈ ബോർഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ലെങ്ത് എത്രയാണോ വേണത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെയായിട്ടാണ് ലെങ്ത് 40 ഇഞ്ചിൽ ലെങ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് 1 ഇഞ്ചും അതുപോലെ തന്നെ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ച്, അതാണ് നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മടക്ക് വശത്ത് നിന്ന് ഷോൾഡർ ഞാൻ 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്തും 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ഇവിടുത്തെ വീതി തന്നെ കറക്റ്റ് ഇവിടെ ഒന്നുകൂടെ നമ്മൾ 6 ഇഞ്ച് മടക്കുവശത്ത് നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് ആ 2 പോയിന്റുകളും ചേർത്ത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇവിടെ ഇങ്ങോട്ട് നീട്ടി വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 34 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച് വരും. നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 9 ഇഞ്ചാണ് ആ മടക്ക് വശത്തു നിന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ആം ഹോൾ ലെങ്ത് 6 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. പിന്നീട് നമ്മുടെ ആ കോൺ ഷേപ്പിൻ്റെ ഇവിടെ നിന്നും 1 ഇഞ്ച് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ 3 പോയിന്റുകളും വരുന്ന രീതിയിൽ നമുക്ക് ഒരു കർവ് വരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കർവ് വരച്ചെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ആം ഹോൾ കർവ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വേസ്റ്റ് ലെങ്ത് വരുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് 1/2 ഇഞ്ച് കുറയും. അതുകൊണ്ടാണ് നമ്മൾ 13ൻ്റെ കൂടെ 1/2 ഇഞ്ച് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെയാണ് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ വേസ്റ്റ് റൗണ്ട് 30 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് ലൂസിനായിട്ട് 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 8 ഇഞ്ച് ആ മടക്ക് വശത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്ലിറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 19 ഇഞ്ചാണ് സ്ലിറ്റ് ലെങ്ത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 19.5 ഇഞ്ച് നമ്മൾ ആ മുകളിലത്തെ ആ ലൈനിൽ നിന്നും താഴേക്ക് ടേപ്പ് വെച്ച് 19.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെയാണ് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഹിപ്പ് റൗണ്ട് വരുന്ന 38 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 9.5 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 10 ഇഞ്ച് ആ മടക്ക് വശത്തു നിന്നും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചേ കൊടുക്കത്തുള്ളൂ. സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ്. എന്നാൽ സ്ലിറ്റിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ 1 ഇഞ്ച് കൊടുത്താൽ മതി.
സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം ചേർത്തൊന്ന് വരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ വരച്ചതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നാൽ തയ്യൽ തുമ്പിനായിട്ട് ഉള്ളതാണ് അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 1.5 ഇഞ്ചാണ്. എന്നാൽ ഹിപ്പിൻ്റെ അവിടെ സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ഹിപ്പിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് ലൂസും എല്ലാം കൂടെ ചേർത്തുള്ള വീതി നമുക്കൊന്ന് അളന്ന് നോക്കണം ടേപ്പ് വെച്ച്. ഇവിടെ എനിക്ക് 11 ഇഞ്ചാണ് അളന്നപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആദ്യം താഴ്വശത്ത് ഈ 11 ഇഞ്ച് തന്നെ കറക്റ്റായി ആ മടക്ക് വശത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ച് 11 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആദ്യം. ഞാനിവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മൾ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്തു. സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ 1 ഇഞ്ച് കൊടുത്താൽ മതി. 1 ഇഞ്ചിൽ കൂടുതൽ കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് എല്ലാം ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ആദ്യത്തെ പോയിന്റും അതുപോലെ തന്നെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റും കൂടെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തു. അതുപോലെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇതുവഴി കട്ട് ചെയ്യാൻ ഒരു വശമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാനിനി താഴ്വശത്തു നിന്നും കട്ട് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് താഴേക്ക് പോയാൽ മതി. ഞാനിവിടെ താഴ്വശത്തു നിന്നൊന്ന് കട്ട് ചെയ്ത് വരുവാണ്. അങ്ങനെ ഇവിടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗം അറിയാനായിട്ട് ഞാനവിടെ ഒരു നോച്ച് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്. ഇനി ഇത് വെച്ച് വേണം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട്. ഇത് നമുക്കൊന്ന് മടക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിനുള്ള തുണിയൊന്ന് മടക്കിയിട്ടെടുക്കാം. നമ്മളിവിടെ ഈ ലൈൻസ് വരുന്ന തുണിയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് തുണി ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം. കറക്റ്റായിട്ട് താഴ്വശത്തെ ബോർഡർ ഒരുപോലെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം താഴ്വശത്ത് ആ ബോർഡർ വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് ചുളിവൊന്നും ഇല്ലാതെ കൈകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് ഇട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് ബാക്ക് പീസ് വെച്ച് കൊടുത്ത് കറക്റ്റ് ആ അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ബാക്ക് പീസിൻ്റെ ബോർഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട് പീസിൻ്റെ ബോർഡറിൻ്റെ ഭാഗം ഒരുപോലെ വരണം. അതുപോലെ തന്നെ ഈ മടക്കുവശവും ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഫ്രണ്ട് പീസാണ്. നമുക്ക് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ആ ആം ഹോൾ ലെങ്തിൻ്റെ പകുതി മാർക്ക് ചെയ്തല്ലോ, ആ കറക്റ്റ് പോയിന്റ് നമുക്ക് ഫ്രണ്ട് പീസിലേക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 6 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നു, അതൊന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ചൊന്നും നീക്കി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന മാർക്കിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ ഇവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം.
ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം. ബാക്ക് പീസിൻ്റെ ആം റൗണ്ട് നമുക്ക് ഒന്ന് അളന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിലായിട്ട്. അതിനുശേഷം ആ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം 1/4 ഇഞ്ച് നീക്കി ഇതുപോലെ ഒന്ന് ആം റൗണ്ടിൻ്റെ ചുറ്റും ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ എനിക്ക് 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. സ്ലീവിൻ്റെ കട്ടിങ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ എനിക്ക് 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്ന് നോക്കുക. എത്രയാണോ കിട്ടുന്നത് അത് വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനുള്ള പീസിൽ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്, ഒന്ന് മടക്കി ഇടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. ഇവിടെയും ബോർഡർ വരുന്നുണ്ട്, ഇവിടെയും ബോർഡർ വരുന്നുണ്ട്. അത് നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ആ 2 വശത്തെയും ബോർഡർ ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ബോർഡറാണ് വരുന്നത്. രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിടണം. ഒരുപോലെ വരണം ബോർഡർ, അല്ലെങ്കിൽ നമ്മുടെ സ്ലീവ് ലെങ്തിൽ വ്യത്യാസം വരും. ഇവിടെ മടക്കുവശമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 സ്ലീവിനുള്ളത് ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ മടക്കുവശമാണ്. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കണം. ഇപ്പം നമുക്ക് 2 സ്ലീവിനുള്ള തുണി നമ്മളിവിടെ മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ബോർഡറിൻ്റെ ഭാഗം എല്ലാം ഒരുപോലെ വരണം. ഇവിടെ 4 പീസാണ് വരുന്നത്. അത് ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇട്ടെടുക്കണം. ഇവിടെ ഇങ്ങനെ മടക്കി ഇട്ടെടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട വീതി എന്ന് പറയുന്നത്, നമുക്ക് ആം റൗണ്ട് അളന്നത് 10 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 9 ഇഞ്ച് വീതി ഉണ്ടായിരിക്കണം തുണി ഇങ്ങനെ മടക്കിയിടുമ്പോൾ. 9 ഇഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് സ്ലീവ് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് എത്താതെ വരും. നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്ന് നോക്കി എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചുള്ള വീതി ഉണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്നും താഴ്വശത്തെ ആ ബോർഡറിൻ്റെ അവിടെ നിന്നും സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത് എത്രയാണോ വേണ്ടുന്നത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് 1 ഇഞ്ചും ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും, അതാണ് നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സ്ലീവ് ലെങ്ത് 15 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ ബോർഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ച് 15 ഇഞ്ച് 2 അറ്റത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ഞാൻ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 2 ഇഞ്ച് ഭാഗത്തും 15 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോയിന്റുകൾ ചേർത്തൊരു ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ ലൈനിലായിട്ട് നമ്മുടെ ആം റൗണ്ട് 10 ഇഞ്ച്, അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് 9 ഇഞ്ച് ഒന്ന് മടക്കുവശത്ത് നിന്നും മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് നീക്കി നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 3.5 ഇഞ്ചിൽ നിന്ന് ചരിച്ച് ആ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കണം. ചരിച്ചാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. 3.5 ഇഞ്ചിൽ നിന്നും ആ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിൽ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് അത് അവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഓപ്പൺ സൈഡിൻ്റെ അവിടെയായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ബാലൻസ് ആ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 8 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ആ മടക്ക് വശത്ത് നിന്നും 1/4 ഇഞ്ച് വെളിയിലേക്കൊന്ന് നമ്മൾ
കുഴിച്ച് കൊണ്ടുവന്ന് പിന്നീട് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ്, മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് അവിടേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉള്ളിലേക്ക് 1/4 ഇഞ്ച് ഇതുപോലേക്ക് ഒന്ന് കുഴിച്ച് 1.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 1/4 ഇഞ്ച് വെളിയിലേക്ക് കുഴിച്ച് ആ ലൈനിൽ നിന്ന് വെളിയിലേക്ക് കുഴിച്ച് നമ്മൾ പകുതി മാർക്ക് ചെയ്ത് ആ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് അവിടെ നിന്ന് ഉള്ളിലേക്ക് കുഴിച്ച് 1.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശത്തെ ബോട്ടം വിഡ്ത്ത്, സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം യോജിപ്പിച്ചൊന്ന് ലൈൻ വരച്ചെടുക്കാവുന്നതാണ്. ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള പോയിന്റാണ്. ഈ 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിനായിട്ടുള്ള പോയിന്റാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ സ്ലീവ് കട്ട് ചെയ്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ സ്ലീവ് ഒന്ന് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇത് 2 സ്ലീവ് വരുന്നുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ഭാഗത്ത് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് അവിടെ നിന്നും 1 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ 1 ഇഞ്ചിൽ നിന്നും ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ആ 1.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അറിയാനായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇവിടെ ഞാൻ ബോഡി പാർട്ടും അതുപോലെ തന്നെ സ്ലീവും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാം ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.